തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ധൂർത്തപുത്രൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിചാരം ഇത്രയേ ഉള്ളൂ: മകനാണെന്ന് ഇനി കരുതണ്ട, ഒരു ദാസനെ പോലെ കണ്ടാൽ മതി. വീട്ടിലേതെങ്കിലും ഒരു മുറിയുടെ മൂലയ്ക്ക് ഞാൻ മുഖം പോലും കാണിക്കാതെ കഴിഞ്ഞോളാം, എന്നെ ഒന്ന് ദാസനായിട്ട് സ്വീകരിച്ചാൽ മതി. അങ്ങനെ ആഗ്രഹിച്ചാണ്, അങ്ങനെ വിചാരിച്ചാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന അവനെ അവൻ കരുതിയതുപോലെ കരുതാനല്ല അപ്പൻ തയ്യാറായത്. അവൻ പ്രതീക്ഷിക്കാത്തതെല്ലാം അവനപ്പം നൽകുകയാണ്. പുതിയ വസ്ത്രം, പുതിയ ചെരുപ്പ്, സംഗീതം, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നു വിരുന്ന്, അങ്ങനെ അവൻ പ്രതീക്ഷിക്കുന്നതിൽ അധികമായിട്ട് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയതെല്ലാം അവന് തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതെല്ലാം അവന് വീണ്ടും കിട്ടുകയാണ്. എന്തിന്? തൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് കരുതുന്ന ജീവിതം പോലും തിരിച്ചു കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, എത്ര ദൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ചു വന്നാലും ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ മാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹ സമ്പത്ത് അത്ര ശുഷ്കമല്ല. എല്ലാം ദൂർത്തടിച്ചു വന്നാലും സകലതും തിരിച്ചു തരുമെന്നുള്ള പാഠമാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹം എല്ലാ പാപങ്ങളെയും മറയ്ക്കുന്നുവെന്നുള്ള പത്രോസ്ലീഹയുടെ വചനം ഓർക്കണം. നമ്മൾ എത്ര ദൂർത്തടിച്ചാലും ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൈവിട്ടു പോയി എന്ന് കരുതി വിഷമിക്കുന്നവർ, ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല എന്ന് കരുതി സങ്കടപ്പെടുന്നവർ അറിയണം, അനുഗ്രഹ സമ്പത്ത് തീർന്നിട്ടില്ല. ധൂർത്തപുത്രനെ പോലെ തിരിച്ചു വരിക എന്നുള്ള ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം. പ്രാർത്ഥനകൾ.